കെ.ജെ. ഷൈനിനെതിരായ സൈബർ ആക്രമണം. അതിനെ തുടർന്ന് ഇപ്പോൾ കെ.എം. ഷാജഹാന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. സൈബർ ടീം ഉൾപ്പെടെ പരിശോധന നടത്തുന്നു. ഐഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഷാജഹാന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ കെ.ജെ. ഷൈനിനെതിരായ സൈബർ ആക്രമണം വലിയ വിവാദങ്ങൾക്കും സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്കും ഒക്കെ വഴിവെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് കെ.ജെ. ഷൈനിനെതിരായ ഒരു സൈബർ ആക്രമണത്തിന് പിന്നിൽ എന്താണ് കാരണം? ഒപ്പം ഷാജഹാൻ എങ്ങനെ ഇതിൽ പ്രതിയായി? ഈ രീതിയിൽ ഒരു ഐഫോൺ എന്നല്ല, ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാവുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം പറയുന്നത് കേൾക്കാൻ ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് ആർക്കും ആരെയും അപമാനിക്കാം എന്ന സ്ഥിതിവിശേഷമാണോ നിലവിലുള്ളത്? ഈ അടുത്ത കാലത്തായിട്ട് കാണുന്ന അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ട് നമ്മൾ കാണുന്ന ഒരു മാധ്യമ ചിത്രം, അതായത് ഏത് കാര്യം അറിയുന്നതിനും ഒരു മീഡിയ എഡ്ജ് ഉണ്ടല്ലോ. ഒരാൾ പറയാതെ നമുക്കറിയാൻ പറ്റില്ല. അത് മറ്റേ ക്ലാസിക്കൽ മാധ്യമങ്ങൾ, പത്രങ്ങൾ, പിന്നീട് ടെലിവിഷൻ, ഇപ്പം വന്ന് യൂട്യൂബ് ചാനലുകൾ വരെയായി. അപ്പം ഇവരുടെ ഒരു പോക്ക്, ഇപ്പം നിലവിലുള്ളൊരു പോക്ക് കണ്ടിട്ട് പഴയ ഒരു പത്രത്തിൻ്റെ കഥയാണ് ഓർമ്മ വരുന്നത്. അതായത് അതിൻ്റെ പത്രം ഇത്തിരി അസാരം എരിവും പുളിയുള്ള വാർത്ത ഉപയോഗിക്കുകയും പിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനൊക്കെ മാധ്യമ രംഗത്തിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പത്രമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് അതിൻ്റെ പ്രാദേശിക ലേഖകൻ, പലപ്പോഴും അതിൻ്റെ പ്രാദേശിക ലേഖകനും വിതരണക്കാരനും ഒരാൾ തന്നെ ആയിരിക്കും. ആ പ്രാദേശിക ലേഖകനും സ്ഥലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും തമ്മിൽ ഷാപ്പിൽ വെച്ച് അടിപിടി ഉണ്ടായി. ഷാപ്പിൽ വെച്ച് അടിപിടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകൻ മറ്റേയാളുടെ മൂക്കിടിച്ച് ചതച്ചു. അപ്പം ഈ മാധ്യമ പ്രവർത്തകന് അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടർക്ക്, വിതരണക്കാരന് ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും തിരിച്ചു പറ്റത്തില്ല. മറ്റേയാൾ ഒരു സ്വല്പം റൗഡിസവും ഒക്കെ ഉള്ള ആളായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അയാളൊരു വെല്ലുവിളി നടത്തി, നിന്നെ കാണിച്ചു തരാം. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഇയാളെ പറ്റിയുള്ള എന്താണ് അപകീർത്തികരമായ, അങ്ങനെയൊക്കെ ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അപകീർത്തികരമായ അശ്ലീലമായ വാർത്തകളും തുടങ്ങിയ സാധനങ്ങളുമൊക്കെയാണ്. ഇപ്പം കേരളത്തിലെ മാധ്യമപ്രവർത്തന രംഗം ഏതാണ്ട് ആ പത്രത്തിന്റെ തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു മാസം മുമ്പോ മറ്റോ നടന്ന ഒരു വലിയ ഒരു സംഭവത്തില്, ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉൾപ്പെട്ട സംഭവത്തില് അതിനെപ്പറ്റി ഈ ഉപശാലകളിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകരും ടിയാനും കൂടെ ഉണ്ടായിട്ടുള്ള എന്തോ തർക്കത്തില്, അടിപിടിയില്, അല്ലെങ്കിൽ എന്തോ സംബന്ധമായ വിഷയത്തിൽ പെട്ടതുകൊണ്ട് ആണ് ഈ വാർത്ത പുറത്തു വന്നതെന്നൊരു പറച്ചിൽ ഉപശാലകളിലുണ്ട്. ഇപ്പം അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നതാണ് ഈ ഷൈൻ ടീച്ചറിനെ പറ്റി വരുന്ന വാർത്തകൾ. ഇതിലെ ഷാജഹാൻ എങ്ങനെ വന്നുപെട്ടു എന്ന് അറിയില്ല. കാരണം ഷാജഹാന്റെ പോസ്റ്റുകളിലൊന്നും ഈ പറയുന്ന വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ ഇതിലെ ഇരയെ പറ്റിയുള്ള ആരോപണം, ഇരയെന്നാണോ മറ്റോ ആണോ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഷാജഹാൻ എന്തെങ്കിലും ഉപയോഗിച്ചതായിട്ട് അല്ലെങ്കിൽ സൂചിപ്പിച്ചതായിട്ട് കാണുന്നില്ല. പക്ഷെ എങ്ങനെയോ ടീച്ചറുടെ പേരാണ് പുറത്തു വരുന്നത്. അവർക്ക് ഈ രാഷ്ട്രീയ രംഗത്ത് പൊതുവെ കാണുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞ് ഒരു സ്ത്രീയെ ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ ഇത് സംഭവിച്ചു. എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് നമുക്ക് വ്യക്തത ഒന്നും അതിൻ്റെ അകത്തില്ല. പിന്നീട് ഈ പറയുന്ന വിഷയത്തില് ഒരു നിയമസഭാ സാമാജികൻ ബന്ധപ്പെട്ടു. പക്ഷേ ഈ ലോക്കലായിട്ട് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിനാസ്പദമായ സംഭവം നടക്കുന്നു എന്ന് പറയുന്ന ദിവസം ഈ പറയുന്ന ഷൈൻ ടീച്ചറിന്റെ വീടിന് തൊട്ടടുത്ത് ഓണാഘോഷം നടക്കുകയാണ്. പിന്നീട് ഇവരെങ്ങനെയാണ് ഇതൊക്കെ കോറിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അതിനുവേണ്ടി സ്വാഭാവികമായിട്ട് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടത്, ഇപ്പൊ നമുക്കൊരു
അഡ്വക്കേറ്റ് ഷാജഹാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ട രീതിയിലാണ് ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിന്റെ സെക്രട്ടറിയോ മറ്റോ ബാർ കൗൺസിലിൽ കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതെങ്ങനെയാണ് അദ്ദേഹം ഉൾപ്പെട്ടതെന്ന് അറിയില്ല. പക്ഷേ ഇദ്ദേഹം ഷാജഹാനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു എന്താണ് ഈ പറയുന്ന ഒരു നിരാശനായ മനുഷ്യനാണ്. അച്യുതാനന്ദന്റെ എന്താണ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നിട്ടുള്ള അദ്ദേഹം അവസാനം അച്യുതാനന്ദനെതിരെയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഷാജഹാന്റെ കാര്യങ്ങളിലൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പിന്നീട് ഈ വാർത്ത അവർ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതുണ്ടായ സ്ഥലത്ത് ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അതായത് സ്വന്തം പാർട്ടിയിലുള്ളവരെ തന്നെയാണ് അതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത് കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ലാഭം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഷാജഹാനും അതുപോലുള്ള ആളുകളും കൂടി ഉൾപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ തന്നെ CPM-ൽ തന്നെയുള്ള പടലപ്പിണക്കങ്ങൾ അവിടെ പൊട്ടിത്തെറിച്ചതായിരിക്കില്ലേ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്ത് തന്നെ ആണെങ്കിൽ പോലും വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ജനസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഈ ചീഞ്ഞ ചവറ് പോലെ വലിച്ചെറിഞ്ഞ് ആളാകാൻ ശ്രമിക്കുകയും ലൈക്കും അതുപോലുള്ള ഇതും റവന്യൂ ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തനമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ അപകടകരമായ ഒരു സംഭവം എന്ന് പറയേണ്ടിയിരിക്കും. അങ്ങനെ അതില് നിയന്ത്രണം ഏർപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാവരും പൊട്ടിത്തെറിക്കും. അപ്പം നിയന്ത്രണമൊന്നും ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതിന് നമ്മൾ തിരിച്ചു പഴയ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ കള്ളുഷാപ്പിലെ രാഷ്ട്രീയ നേതാവിന്റെ ഭീഷണി തന്നെയാണ് സാധാരണഗതിയിൽ എല്ലാവർക്കും ഇത്തരം ഒളിഞ്ഞു നോട്ട മാധ്യമപ്രവർത്തകർക്കൊക്കെ ലഭിക്കുന്നത്. ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്പീഡാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഒരാൾ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ നമുക്കിത് ബ്രേക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ ഇപ്പൊ പല വാർത്തകളുടെയും സോഴ്സുകൾ ഇപ്പോൾ ഇതുപോലുള്ള ഈ പറയുന്ന യൂട്യൂബ് മീഡിയകളും അല്ലെങ്കിൽ വ്യക്തിഗത അപ്ലോഡിങ്ങുകളും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് അവര് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പോലും സ്വീകരിക്കുന്നത്. പക്ഷെ ഈ ഒരു കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത് മൊത്തം കോൺഗ്രസ്സുകാരുള്ള ഒരു ഏരിയയിലാണ് ഇത് സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്ന് ഒരു വീഡിയോ ബൈറ്റ് പോലും ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പൊ എന്തിനാണ് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അന്വേഷിക്കേണ്ടത് VD സതീശന്റെ വീട്ടിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഓഫീസിലോ അല്ല. അത് അന്വേഷിക്കേണ്ടതെന്ന് പറയുന്നത് ഈ പാർട്ടിക്കകത്ത് ആരെങ്കിലും ടീച്ചർക്കെതിരായിട്ടുണ്ടോ എങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്, അതിന് ഷാജഹാൻ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ള കൂട്ടാളികൾ എന്ത് സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണെങ്കിൽ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അത് മുളയിലേ നുള്ളേണ്ടിയിരിക്കുന്നു. എന്തായാലും KJ ഷൈൻ ടീച്ചറിനും ടീച്ചറിന്റെ പാർട്ട്ണർക്കുമെതിരായ സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങൾ, അതിന് ടീച്ചർ തന്നെ ഒരു 2 ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് സ്വന്തം നഗ്നത മറയ്ക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം എന്നാണ്. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ടീച്ചർ അതിന് ഡീറ്റെയിൽ ആയിട്ടൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം വിവാദങ്ങളുടെയും ചർച്ചകളുടെയും ഒക്കെ ഏറ്റവും ഒടുവിലുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഷാജഹാന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരിക്കുന്നു, ഐഫോൺ പിടിച്ചെടുത്തിരിക്കുന്നു. മാത്രമല്ല നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഷാജഹാന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം നമുക്കറിയാം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് എന്നറിയുന്നു. അങ്ങനെ ഒളിവിൽ പോയവരെയും ഒക്കെ പിടിച്ചു കൊണ്ടുവന്ന ഭീകര ആക്രമണത്തിനെതിരായി മറുപടി പറയിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ് കരുതാൻ. എന്തായാലും ഈ വിവാദം വീണ്ടും ചർച്ചയാവുകയാണ്. മിക്ക മാധ്യമങ്ങളിലും KJ ഷൈൻ ടീച്ചർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്തായാലും വ്യക്തമാണ്. താങ്ക് യു.